തുടങ്ങുന്നു. രാജു പി നായർ, മുസ്ലിം ലീഗിന് മുൻപിൽ ഇന്ന് നിങ്ങൾ വെച്ച ഫോർമുല അതെന്താണ്? അതിൽ എത്രമാത്രം പ്രതീക്ഷയുണ്ട്? അല്ല, ഫോർമുല എന്താണെന്നുള്ളത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ. അതൊരു മാധ്യമ ചർച്ചയിൽ വന്നിരുന്ന് പറയേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനിൽകുമാർ, ഇതിനകത്ത് ഇന്നലെ ഒക്കെ EP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായ പ്രതികരണമാണ് ഇടത് ചേരിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് ഇതിൽ കൂടുതൽ അർഹതയുണ്ട്, ലീഗിന് ശക്തിയുണ്ട്, ലീഗ് ഒറ്റയ്ക്ക് നിന്നാൽ ഇതിൽ കൂടുതൽ സീറ്റ് കിട്ടും എന്നങ്ങ് പറഞ്ഞ് വല്ലാത്ത തലോടലാണ്. ഇത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിലുള്ള ഒരു മുതലെടുപ്പാണോ അതോ ആത്മാർത്ഥമായ നിങ്ങളുടെ വിലയിരുത്തലാണോ? കാര്യത്തിനാണിത്. ഒരു സുഖം, ഒരു മനസുഖം. ലീഗ് കൂടുതൽ ശക്തിപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾക്കൊരു സീറ്റ് കൂടെ കൂടുതൽ വേണം എന്നല്ല മുസ്ലിം ലീഗ് വാദിക്കുന്നത്. കോൺഗ്രസ് ദുർബലമായി എന്നുള്ള യാഥാർത്ഥ്യമാണ് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്റെ മുമ്പിലോ ബാല, അത് കേരള രാഷ്ട്രീയത്തിലും ആ യാഥാർത്ഥ്യം കോൺഗ്രസ് അഡ്മിറ്റ് ചെയ്യണം. എന്താണ് ലീഗ് ആവശ്യപ്പെടുന്നത്? അവരെന്ന് പറഞ്ഞാണോ? പറയണോ സാർ? മുഖം കണ്ടാൽ അറിയില്ലേ? BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് മേലെ എണ്ണം കോൺഗ്രസിന് ഒറ്റയ്ക്ക് നേടാൻ കഴിയും എന്ന് കോൺഗ്രസുകാർ പോലും പറയുന്നില്ല. അത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു പ്രമേയം അവിടെ അവതരിപ്പിക്കപ്പെട്ടു. ലീഗിന്റെ പിന്തുണയോടുകൂടി പാർലമെന്റിലെത്തിയ കോൺഗ്രസ് MPമാർ മുസ്ലിം ലീഗിനോടൊപ്പം ആ പ്രമേയം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയില്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഒരു കരടം കിട്ടാൽ മതി, അത് ഓക്കെയാണ്. ഇപ്പൊ എന്താണല്ലോ ഒരു ഇടിയും വിട്ട് മഴ നനഞ്ഞിരിക്കുന്ന പോലെ സുഖമുണ്ട്. കോൺഗ്രസ് ലീഗിനെ വരിഞ്ഞു മുറുക്കുന്നതിന്റെ ഉദാഹരണമാണ്, കോൺഗ്രസ് ലീഗിനെ പേടിപ്പിച്ചു നിർത്തുന്നതിന്റെ ഉദാഹരണമാണ്, ലീഗിനോട് കാണിക്കുന്ന അവഗണനയാണ് എന്നൊക്കെ പറഞ്ഞ് ലീഗിനെ അങ്ങ് സോപ്പിടുകയാണ് CPM. ഇവിടെ അത് കൊട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണം. കഴിഞ്ഞ കുറെ കാലമായത് തുടരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഇന്നുമായി ഈ പ്രശ്നം ചർച്ചയ്ക്ക് നിൽക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ രഹസ്യം എന്താണെന്നാണ് ഞാൻ ലളിതമായി ചോദിച്ചത്. മനസ്സിലായി, ഉടായിപ്പല്ലേ? മോൻ ചത്താലും മരുമോളെ കണ്ണീര് കുടിപ്പിക്കണം എന്ന് വെച്ചാൽ അമ്മായിമ്മമാരുടെ മനസ്ഥിതി അത് തന്നെ. ഒറ്റയ്ക്ക് നിന്നാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നിന്നാൽ നിയമസഭയിൽ 10-15 സീറ്റെങ്കിലും കിട്ടും. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുന്ന ഒരു സീറ്റ് പറയാമോ? രാഷ്ട്രീയ വിലയിരുത്തലിന് ശേഷിയുള്ള പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ എന്ന് എത്ര സീറ്റിൽ CPM വിചാരിക്കുന്നുണ്ട്? അങ്ങനല്ല, മുസ്ലിം ലീഗ് പറയുന്നത് ജയിക്കുമെന്നല്ലോ. 3 സീറ്റ് കിട്ടിയ 3 സീറ്റ് ജയിക്കുമെന്ന് ലീഗ് പറയുന്നില്ല. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കും എന്ന് ഇന്നലെ മുതൽ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യുന്ന ശരിയായ കാര്യമാണോ, നീതിയുള്ള കാര്യമാണോ? ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, മൂന്നാമത്തെ ഒരു സീറ്റിൽ മത്സരിക്കുക എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവന്നവർ ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിക്കൊണ്ട് തൃപ്തിയടയുന്നത് രാഷ്ട്രീയമായ വഞ്ചനയല്ലേ? അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. ഈ ചോദ്യം ഉയർത്തുന്നതിന്റെ പൊളിറ്റിക്കൽ ഗെയിം CPM ഉണ്ട് എന്ന് നമുക്കൊരു രാഷ്ട്രീയ വായനയിൽ മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷേ ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. പറയുന്നത് LDFന്റെ കൺവീനറാണ് ശ്രീ EP ജയരാജൻ. അദ്ദേഹം പറയുന്നു ഒറ്റയ്ക്ക് മുസ്ലിം ലീഗ് എങ്ങാനും നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകളിൽ മുസ്ലിം ലീഗ് വിജയിക്കുമെന്ന്. ആ വശത്തിരുന്നു കൊണ്ട് LDF കൺവീനർക്ക് പറയാൻ പറ്റുന്നുവെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ വായനയാണ്. പിന്നല്ലാതെ അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ പറ്റും എന്നുള്ളത്. അവകാശവാദം കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ടായി മത്സരിച്ചാൽ അതിന്റെ വിന്നബിലിറ്റിയിൽ മുസ്ലിം ലീഗാണ് മുമ്പിലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കോൺഗ്രസിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ച് ലീഗ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ CPMന്റെ പരോക്ഷ പിന്തുണ ഉണ്ടാകുമോ മണ്ഡലങ്ങളിൽ? തനിക്കൊരു വിചാരമുണ്ട്, ഞാനൊരു മണ്ടനാണെന്ന്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഒരുപാട് വെള്ളം ഒഴുകിയതാ കേട്ടോ. അല്ല എങ്കിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കാൻ മാത്രമുള്ള വിന്നബിലിറ്റി എവിടെയാണുള്ളത്? മലപ്പുറം, പൊന്നാനിയല്ലാതെ. മുസ്ലിം ലീഗിനെ പല കാര്യങ്ങളിൽ നഖശികാന്തം എതിർത്തിരുന്ന നിങ്ങൾ ഇപ്പോൾ ഈ പല കാര്യങ്ങളിൽ മുസ്ലിം ലീഗിനെ തലോടിയും സപ്പോർട്ട് ചെയ്തും ഒക്കെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ കോഴിക്കോട് മുസ്ലിം ലീഗ് മത്സരിച്ചു എന്ന് വെക്കാം, കണ്ണൂർ മുസ്ലിം ലീഗ് മത്സരിച്ചു എന്ന് വെക്കാം, കാസർഗോഡോ വയനാട്ടിലോ മുസ്ലിം ലീഗ് മത്സരിച്ചു എന്ന് വെക്കാം. അവിടെയൊക്കെ മുസ്ലിം ലീഗ് ജയിക്കുകയാണെങ്കിൽ CPM തോൽക്കുക കൂടിയാണ്. അപ്പൊ അത് അംഗീകരിച്ചുകൊണ്ട് കൂടിയാണ് നിങ്ങൾ ആ പ്രതികരണം അവിടെ നടത്തുന്നത്. അങ്ങ് പറഞ്ഞ ഈ വടകരയോ കാസർഗോഡോ ഒക്കെ ആണെങ്കിൽ ഇവരൊക്കെ പരീക്ഷിച്ചതാണ്. അവിടെ പഴയ പുസ്തകമുണ്ടല്ലോ, മാരാരുടെ പാഴായ പരീക്ഷണങ്ങൾ. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ഇപ്പൊ മനസ്സിലായോ?
ഓരോരുത്തന്മാരുടെ തനിനിറം. മത്സരക്ഷമത ഏറ്റവും കൂടുതലുള്ള പാർട്ടി ഏതാണ്? അതാണ് ചോദ്യം. ആ മത്സരക്ഷമത പല മണ്ഡലങ്ങളിലും ലീഗിനാണ് കോൺഗ്രസിനേക്കാൾ എന്നതാണ് LDF കൺവീനർ പറയുന്നത്. എന്താ ഉദ്ദേശിച്ചത്? കോൺഗ്രസ്സുകാർ പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിൽക്കും, നിങ്ങളുടെ കൊടി അങ്ങ് താക്കണം, നിങ്ങളുടെ കൊടി പൊക്കരുത്, നിങ്ങളുടെ വോട്ട് മതി, കൊടി വേണ്ട. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അത് മുസ്ലിം ലീഗിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കടുത്ത അനുഭവമായി മാറി. കാര്യം മനസ്സിലായത് പിന്നീടാണ്. ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആൾ വടക്ക് തോക്കുന്നുള്ളതുകൊണ്ടാണ് തെക്കോട്ട് പോകുന്നത്. ഇപ്പൊ എന്താ ലീഗ് പറയുന്നത്? വയനാട് സീറ്റിൽ ഞങ്ങൾ മത്സരിച്ചോളാം, രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു പോയാൽ പിന്നെ വയനാട് സീറ്റ് ഒഴിവല്ലേ? അങ്ങനത്തെ ക്ലെയിമിന് ലീഗിന് അവകാശമില്ലെന്ന് CPM പറയണോ? അത് പലതും കാണും, നീ അതൊന്നും അന്വേഷിക്കണ്ട. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കും, പിന്നെയാണ് ലീഗ്. ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നയം തുറന്ന രാഷ്ട്രീയ നയമാണ്. നിങ്ങൾ മത്സരിക്കുമെന്ന് നിങ്ങൾ എണ്ണുന്ന ഈ മണ്ഡലങ്ങളിൽ നിങ്ങൾ തോൽക്കും എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ലീഗ് ഒറ്റയ്ക്ക് നിന്നാൽ മലപ്പുറത്തിനും പൊന്നാനിക്കും അപ്പുറം ജയിക്കും എന്ന് പറയുന്നതിന്. അത് മാത്രം എന്താണ് അങ്ങേക്ക് മനസ്സിലാകാത്തത് ശ്രീ അനിൽകുമാർ? അതെങ്ങനെ? ഇപ്പോ കോൺഗ്രസിന് സഹായകരമായി ഒരു വാദം ഉന്നയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്, വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ട്. അത് താങ്കളുടെ വ്യാഖ്യാനിക്കാനുള്ള അവകാശമായി ഞാൻ മാനിക്കുന്നു. ശരി, ദൗർബല്യം. ഉണ്ടാവും. ഇവിടെ ഈ ഒരു സിനിമ ഉണ്ടായിരുന്നു, ജഗതിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഈച്ച എന്ന് പറഞ്ഞു. പല സ്ഥലത്ത് പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രത്തിന്റെ വിലയൊക്കെ EP ജയരാജനുള്ളൂ. റാഷിദ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കാൻ പോയതാ. ആ പൊന്നാനിയിലെ മലപ്പുറം സ്ഥാനാർത്ഥികളോട് അവർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവർ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണ്ടേ? ഇപ്പുറത്ത് കാണുന്ന മലപ്പുറത്തുള്ള ഒരു പിന്തുണ ഈ മധ്യ കേരളത്തിൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ CPM അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്? ആര് പറഞ്ഞു? പക്ഷേ ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാന്യത എന്താ? മറ്റൊരു പാർട്ടിയോ ഒരു മുന്നണിയോ എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് ആ തീരുമാനത്തെ സംബന്ധിച്ച് ഇടപെട്ട് കൂടുതൽ അഭിപ്രായം പറയാതിരിക്കാത്തത് രാഷ്ട്രീയ മാന്യതയാണ്. ഞങ്ങളോടൊക്കെ ചോദിച്ചാൽ അത് ആരാണ് സ്ഥാനാർത്ഥിയെങ്കിലും വരട്ടെ, ഞങ്ങൾ നേരിടും, ഞങ്ങൾ മത്സരിക്കും, അവര് തീരുമാനിക്കട്ടെ ആർക്ക് വേണമെന്ന്. അത് LDF-ന്റെ ആഭ്യന്തര കാര്യമാണ്, അല്ലെങ്കിൽ CPM-ന്റെ ആഭ്യന്തര കാര്യമാണ്. ആ രാഷ്ട്രീയം പോലും മറന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈച്ചയുടെ വേഷം ധരിച്ചവരാണ് CPM-കാർ. അതിനപ്പുറം വല്ല എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കുത്തിത്തിരിപ്പായിട്ട് നടക്കുകയാണ് ഇങ്ങനെ. പിന്നെ ഞങ്ങൾക്കൊരു ഗുണമുണ്ട്, ഞങ്ങൾക്ക് ദുർബലരാണെങ്കിൽ ഞങ്ങൾ ദുർബലരാണെന്ന് പറയും. കോൺഗ്രസ് രാജ്യത്തെ ദുർബലപ്പെട്ടിട്ടുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ 47 സീറ്റിൽ വരുന്നത്. പക്ഷെ 62 65 സീറ്റിൽ മത്സരിച്ചിരുന്നവരും ജയിച്ചിരുന്നവരും 3 സീറ്റിലേക്ക്, അതിലൊന്ന് മറ്റു രണ്ടും കോൺഗ്രസിന്റെയും DMK കൂടെ ബലമായിട്ട് കിട്ടിയതാണ്. അതുപോയില്ലാത്ത ഒരു സീറ്റിലേക്ക് എത്തിയിട്ട് ഇവിടെ നിന്ന് ഇന്ത്യ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ പറയുന്ന ഈ വിവരക്കേടിനൊക്കെ എന്തും മറുപടി പറയും? ആവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. നമ്മൾ കുറെ കൂടി ആത്മാർത്ഥമായിട്ടും ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നവരാണെങ്കിലും അവര് സത്യസന്ധമായിട്ടും യാഥാർത്ഥ്യബോധത്തോട് പറയുമ്പോ കുറച്ച് വിലയുണ്ടാവും. ആ വില വേണ്ട എന്ന് CPM-ന്റെ നേതാക്കന്മാർ തീരുമാനിച്ചാൽ നമുക്കതിനൊന്നും തർക്കമൊന്നുമില്ല. പ്രതിരോധ പക്ഷത്തേക്ക് കൊണ്ടുപോകുന്ന, മുസ്ലിങ്ങളെ പ്രതിരോധ പക്ഷത്തേക്ക് കൊണ്ടുപോകുന്ന വർഗീയവാദികളാണ് ലീഗ്, ജമാഅത്ത് ഇസ്ലാമി സംഘടനകൾ എന്ന് 2019 ജൂലൈയിൽ പ്രതികരിച്ചത് ശ്രീ വിജയരാഘവനാണ്. ഇപ്പൊ മുസ്ലിം ലീഗ് വളരെ മഹത്തായതും മുസ്ലിം ലീഗിനെ ഇങ്ങനെ പ്രകീർത്തിക്കാവുന്നതുമായി നിങ്ങൾ കാണുന്നു. ഈ രാഷ്ട്രീയ മാറ്റത്തെ ഈച്ചയോട് ഭൂമിക്കണ്ട, പക്ഷെ എന്തിനോട് ഭൂമിക്കണം താങ്കൾ പറഞ്ഞാൽ മതി. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.